ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നേക്കുന്നത് SCERTയിലെ 9ാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സുമായിട്ടാണ് കേട്ടോ. പുതിയ ടെക്സ്റ്റ് ഒക്കെ മാറിയല്ലോ, പുതിയ ടെക്സ്റ്റ് വന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയെന്ന് കരുതുന്നു. 9ാം ക്ലാസ്സിലെ മാത്സിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. എന്താണ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അഥവാ സമവാക്യ ജോഡികളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിൽ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ ടീച്ചറിനെ അറിയിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികൾ. നിങ്ങളുടെ പഴയ ടെക്സ്റ്റിലാണെങ്കിൽ അതായത് നിങ്ങളുടെ സീനിയർ ചേട്ടന്മാരൊക്കെ പഠിച്ച ടെക്സ്റ്റിനകത്താണെങ്കിൽ 3ാമത്തെ അധ്യായമായിരുന്നു കേട്ടോ. അതിപ്പോൾ 1ാമത്തെ അധ്യായം ആക്കിയിട്ടാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് 1ാമത്തെ അധ്യായം ആക്കിയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായി എത്ര മുത്തുകളുണ്ട്? 100 മുത്തുകളുണ്ട്. 100 മുത്തുകളുണ്ട്. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. അങ്ങനെയാണെങ്കിൽ കറുപ്പ് എത്ര, വെളുപ്പ് എത്ര? ഓക്കെ, ഒരു ചെപ്പുണ്ട്. ഇതിനകത്ത് കുറച്ച് കറുത്ത മുത്തുകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വെളുത്ത മുത്തുകളും ഉണ്ട്. കുറച്ച് കറുത്ത മുത്തുകളും ഉണ്ട്, കുറച്ച് വെളുത്ത മുത്തുകളും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെപ്പിനകത്ത് എത്ര കറുത്ത മുത്തുകളുണ്ട്, എത്ര വെളുത്ത മുത്തുകളുണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ്? വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുത്ത മുത്തുകൾ. ഓക്കെ, അതാണ് നമ്മുടെ കണ്ടീഷൻ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. there are 100 ബീഡ്സ് ഇൻ എ ബോക്സ്. ഒരു ബോക്സിനകത്ത് 100 ബീഡ്സ് ഉണ്ട്. അതിൽ കുറച്ച് ബ്ലാക്കും കുറച്ച് വൈറ്റും ആണ് കേട്ടോ. ദെൻ അടുത്ത എന്താ കണ്ടീഷൻ പറഞ്ഞേക്കുന്നേ? 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. അതായത് വൈറ്റ് 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. അതായത് എന്താണ്? 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. അതായത് ബ്ലാക്ക് എന്ന് പറയുന്നത് വൈറ്റിനേക്കാളും എത്ര കൂടുതലാണ് കുഞ്ഞുങ്ങളെ? 10 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, എത്ര വൈറ്റ് ബീഡ്സ് ഉണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ബോക്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ടോട്ടൽ ആയിട്ട് എത്ര ബീഡ്സ് ഉണ്ട്? 100 ബീഡ്സ് ഉണ്ട് അല്ലേ? 100 ബീഡ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട് അല്ലേ? വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടുഗദർ ഹൗ മെനി ബീഡ്സ് ആർ ദെയർ? 100 ബീഡ്സ് ആർ ദെയർ. ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് വൈറ്റ് ബീഡ്സിനെക്കാളും 10 കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? വൈറ്റ് ബീഡ്സ് കിട്ടിയാൽ, ഈ ഒരു വൈറ്റ് ബീഡ്സിന്റെ എണ്ണം കിട്ടിയാൽ നമുക്ക് ബ്ലാക്ക് ബീഡ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ? ഈ വൈറ്റ് ബീഡ്സിന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ മതി ബ്ലാക്ക് കിട്ടാനായിട്ട്? 10 ആഡ് ചെയ്താൽ മതി നമുക്ക് എന്ത് കിട്ടാനായിട്ട്? ബ്ലാക്ക് കിട്ടാനായിട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഒക്കെ തരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ലേ, ഏതിനേക്കാളും ആണോ കൂടുതൽ അല്ലെങ്കിൽ ഏതിനേക്കാളും ആണോ കുറവ് എന്നൊക്കെ പറഞ്ഞ് കണ്ടീഷൻ തരുമ്പോൾ അതിന് വേണം നമ്മൾ എന്തായിട്ട് എടുക്കാനായിട്ട്? വേരിയബിൾ ആയിട്ട് എടുക്കാനായിട്ട്. വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എക്സ് എന്നോ അല്ലെങ്കിൽ വൈ എന്നോ എ എന്നോ ബി എന്നോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ടീച്ചർ എടുക്കാൻ പോകുന്നത് എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എത്രയായിട്ട് എടുക്കുക? നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ടീച്ചർ, അതായത് W ആണ് അല്ലേ? ഇപ്പൊ വൈറ്റ് ബീഡ്സ് എന്ന് പറയുന്നത് ടീച്ചർ എത്രയായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. കാരണം എക്സിന്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബ്ലാക്ക് കിട്ടും. സോ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് വേഗം പറഞ്ഞേ. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എത്രയാ? നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് എത്രയാ? ഈ എക്സിന്റെ കൂടെ എത്ര കൂട്ടണം കുഞ്ഞുങ്ങളെ? എക്സിന്റെ കൂടെ 10 കൂട്ടണം. എക്സിന്റെ കൂടെ 10 കൂട്ടുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് കിട്ടുക? ബ്ലാക്ക് ബീഡ്സ് കിട്ടുക അല്ലേ? സോ നമുക്ക് എക്സ് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, നോക്കിക്കേ. അപ്പൊ നമുക്കറിയാം എക്സ് പ്ലസ്, അതായത് വൈറ്റ് ബീഡ്സ് പ്ലസ് ബ്ലാക്ക് ബീഡ്സ് എത്രയാ? എക്സ് പ്ലസ് 10 എന്ന് പറയുന്ന ടോട്ടൽ എത്രയുണ്ട്? 100 ബീഡ്സ് ഉണ്ടല്ലേ? അതായത് ഇത് വൈറ്റ് ആണേ,
ഇതെന്താണ്? ഇത്രയും ബ്ലാക്ക് ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 100 ആ കിട്ടുക. നമുക്കറിയാം എക്സിന്റെ കൂടെ ഒരു എക്സ് ആഡ് ചെയ്താൽ എത്ര കിട്ടും? 2x കിട്ടും. നമ്മുടെ കയ്യിൽ ഒരു മിഠായി ഉണ്ട്. ടീച്ചർ ഒരു മിഠായി ഉണ്ട് നിങ്ങളുടെ കയ്യിലോട്ട് തരുക. അപ്പൊ എത്ര മിഠായി കാണും? നിങ്ങളുടെ കയ്യിൽ ഒരു മിഠായി ഉണ്ട്. ടീച്ചർ ഒരു മിഠായിയോടെ തരികയാണെങ്കിൽ ആകെ എത്ര മിഠായി കാണും? 2 മിഠായി കാണും അല്ലേ? അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു എക്സ് ഉണ്ടേ. അതിന്റെ കൂടെ വേറൊരു എക്സ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാ കിട്ടുക? 2x ആ കിട്ടുക. 2x plus 10 equal to എത്രയാ? 100. 2x plus 10 equal to എത്രയാ? 100. അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 2x can be written as 100. ഈ പ്ലസ് 10 ഉണ്ടല്ലോ, ഈ പ്ലസ് 10 ഈക്വൽ ടുവിന്റെ ഇപ്പുറത്ത് വരുമ്പോ -10 ആകും. അപ്പൊ എന്ത് വരും? 100ന്ന് 10 കുറച്ചേ. അതെ, 90. അപ്പൊ 2x എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി? 90 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിക്കേ, 2 into x ആണ് എന്ത്? 90. അപ്പോ ഈ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 90നെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 90 divided by 2 എത്രയാ? 90/2 എന്ന് പറയുന്നത് 45 ആണ് കേട്ടോ. 90യുടെ പകുതി എടുത്തേ, 45. അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? അത് വൈറ്റ് ബീഡ്സിന്റെ എണ്ണമാണ് അല്ലേ? അപ്പൊ വൈറ്റ് ബീഡ്സിന്റെ എണ്ണമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എത്ര കിട്ടി? നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 45 എന്ന് പറഞ്ഞിട്ടാ കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് എത്രയാ? വൈറ്റ് ബീഡ്സിന്റെ കൂടെ 10 ആഡ് ചെയ്യണം. എക്സിന്റെ കൂടെ 10 ആഡ് ചെയ്യണം. എക്സ് എത്രയാ കിട്ടിയത്? 45. അതിന്റെ കൂടെ 10 ആഡ് ചെയ്തേ. അപ്പൊ നമുക്ക് എത്രയാ കിട്ടുക? അതെ, 55 ആണ് കിട്ടുക. എത്രയാ കിട്ടുക? 55 ആണ് കിട്ടുക. കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? വൈറ്റ് ബീഡ്സ് എത്രയുണ്ട്? ബോക്സിനകത്ത് 45 വൈറ്റ് ബീഡ്സും 55 ബ്ലാക്ക് ബീഡ്സും ഉണ്ട്. ടോട്ടൽ ഒന്ന് ആഡ് ചെയ്തേ. 45 plus 55 എത്രയാ? 100 ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി 11,000 രൂപയാണ് വില. ഒരു മേശയുണ്ട്, ഒരു കസേരയുണ്ട്. ഈ രണ്ടിനും കൂടെ എത്രയാണ് വില? ടോട്ടൽ 11,000 രൂപയായി. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി എത്ര രൂപയാ? 14,000 രൂപയുണ്ട്. എത്രയാണ്? 14,000 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെയും വിലയാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, ദ പ്രൈസ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളും ഒരു ചെയറും രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ വാങ്ങി. എത്ര രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്? 11,000 രൂപയ്ക്ക്. 11,000 റുപ്പീസിന് വാങ്ങി. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ദ പ്രൈസ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളും 4 ചെയേഴ്സും കൂടെ ഞാൻ വാങ്ങിയേ. ഓക്കെ, ഒരു ടേബിളും 4 ചെയേഴ്സും കൂടെ ഞാൻ വാങ്ങി. അപ്പൊ അതിന് മൊത്തം എത്ര രൂപയായി? 14,000 ആയി. 14,000 രൂപയായി. അങ്ങനെയാണെങ്കിൽ ഒരു ടേബിളിന്റെയും ഒരു ചെയറിന്റെയും വില എത്ര? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത് കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, ഒരു ടേബിൾ, ഒരു ചെയർ. ആദ്യം ഞാൻ കടയിൽ പോയി ഒരു ടേബിളും ഒരു ചെയറും, ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോയി ഒരു ടേബിളും ഒരു ചെയറും വാങ്ങി. എത്ര ആയിടോ എനിക്ക്? എത്രയായി കുഞ്ഞുങ്ങളെ? അത് 11,000 രൂപ ടീച്ചർ കൊടുത്തു. എത്ര രൂപ കൊടുത്തു? 11,000 രൂപ കൊടുത്തു. പിന്നെ ഒരു ദിവസം പോയിട്ട് ഒരു ടേബിളും 4 ചെയറും കൂടെ അങ്ങ് വാങ്ങി. ഓക്കെ, ഒരു ടേബിൾ ഒരു 4 ചെയറും കൂടെ വാങ്ങി. അപ്പൊ അതിന് എത്ര രൂപയായി? 14,000 രൂപയായി. എത്രയായി? 14,000 രൂപയായി. അങ്ങനെയാണെങ്കിൽ ഒരു ടേബിളിന്റെയും ഒരു ചെയറിന്റെയും വില എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ നമുക്ക് ഇതിനെ എക്സിന്റെ ടേമിലോട്ട് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ സി വെച്ചും തന്നെ ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സ് ഫോളോ ചെയ്തേക്കുന്നത് കൊണ്ട് ടീച്ചറും എക്സ് തന്നെ ഫോളോ ചെയ്യുവാണ് കേട്ടോ. സോ ചെയർ ലെറ്റ് പ്രൈസ് ഓഫ് എ ചെയർ. ഒരു ചെയറിന്റെ പ്രൈസ് ടീച്ചർ എക്സ് റുപ്പീസ് ആയിട്ട് എടുത്തു. എക്സ് റുപ്പീസ് ആയിട്ട് എടുത്തേ. അതുപോലെ തന്നെ ലെറ്റ് പ്രൈസ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിന്റെ പ്രൈസ് എത്രയായിട്ട് എടുത്തു? വൈ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ടേബിൾ ഒരു ചെയറും കൂടെ വാങ്ങിയപ്പോൾ ടീച്ചർ എത്ര രൂപയാ കൊടുത്തേ? 11,000 രൂപ കൊടുത്തല്ലേ? നമ്മൾ
ചെയർ എന്ന് പറയുന്നത് എത്രയായിട്ട് എടുത്തേക്കുന്നത്? എക്സ് ആയിട്ടും ടേബിളിന് വൈ ആയിട്ടും എടുത്തേക്കുന്നത്. അത് എത്രയായി? 11,000. ഓക്കെ, ഇക്വേഷൻ 1. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ടേബിളും 4 ചെയറും കൂടെ വാങ്ങിയപ്പോൾ എത്ര രൂപ ചിലവായി? 14,000 രൂപ ചിലവായി. എത്രയാണ്? 14,000. നമ്മൾ ചെയറിന് എക്സ് ആയിട്ട് എടുത്തേക്കുന്നത്. 4C എന്ന് പറയുമ്പോൾ 4x പ്ലസ് ടേബിളിന് y എന്ന് എടുത്തേക്കുന്നത് ഈക്വൽ ടു 14,000. ഇക്വേഷൻ 2. ഇത്ര ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? ഇത്ര ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ടീച്ചർ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എഴുതാൻ പോവാണ് കേട്ടോ. നോക്കിക്കേ, ഈ y പ്ലസ് എക്സ് വായിക്കാൻ ഒരു സുഖമല്ല അല്ലേ? അതുകൊണ്ട് ഞാൻ എക്സ് പ്ലസ് വൈ എന്ന് എഴുതാൻ പോവാണേ. നോക്കിക്കേ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000. ഓക്കെ, ഇക്വേഷൻ 1. അടുത്ത ഇക്വേഷൻ എന്താ? അടുത്ത ഇക്വേഷൻ 4x പ്ലസ് വൈ ഈക്വൽ ടു 14,000. ഓക്കെ, ഇക്വേഷൻ 2. നമുക്ക് 2 ഇക്വേഷൻസ് ആ കിട്ടിയേക്കുന്നത് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ എടുത്തേ. ഇത് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന മെത്തേഡാണ് കേട്ടോ. ഈ 2 ഇക്വേഷൻസ് നമുക്ക് ഒറ്റയടിക്ക് സോൾവ് ചെയ്യാം, അങ്ങനെയും നമുക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് അറിയാവോ? ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണ്. ഇക്വേഷൻ 1 ഇംപ്ലൈസ്, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് വൈനെ എങ്ങനെ എഴുതാം? y ക്യാൻ ബി റിട്ടൺ ആസ് 11,000 മൈനസ് എക്സ് എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. ഇതിന് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x പ്ലസ് വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 11,000 മൈനസ് എക്സ് ഈക്വൽ ടു എത്രയാ? 14,000. ഇത്ര ഓക്കെ അല്ലേ? നോക്കിക്കേ, 4x മൈനസ് എക്സ്, 4xൽ നിന്ന് ഒരു എക്സ് കുറച്ചാൽ എത്ര കിട്ടും? 3x കിട്ടും. ഇത്ര ഓക്കെ അല്ലേ? ഇവിടെ നോക്കിക്കേ, 14,000 ഉണ്ട് അല്ലേ? ഇവിടെ ഒരു 11,000 കിടപ്പുണ്ട്. ഇതിനെ ഞാൻ ഈ ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ എന്ത് പറ്റും? 14,000 അവിടെ കിടന്നോട്ടെ. ഈ 11,000 ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 11,000 ആവും. ഓക്കെ, മൈനസ് 11,000 ആകും. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 3x ഈക്വൽ ടു 11,000, 14,000 മൈനസ് 11,000. സോ അവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 14,000 നിന്ന് 11,000 കുറച്ച് നമുക്ക് കിട്ടുന്നത് എത്രയാ? 3,000 രൂപയാണ് കിട്ടുക. എത്രയാ കിട്ടുക? 3,000. നമുക്ക് എന്ത് കിട്ടി? 3x is equal to എത്ര കിട്ടി? 3,000 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ 3x is equal to 3,000. അവിടെ നമുക്ക് x എങ്ങനെ എഴുതാം? x can be written as 3,000 divided by 3. എത്ര വരും മക്കളെ? 3,000 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേ, വെട്ടിച്ചെയ്തേ നിങ്ങൾ. ഇവിടെ 1,0,0,0 1,000 അല്ലേ? 1,000. ഓക്കെ, അപ്പൊ എക്സ് 1,000 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അതായത് 1,000 മീൻസ് എന്താണ്? പ്രൈസ് ഓഫ് എ ചെയർ. ഒരു ചെയറിന്റെ പ്രൈസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എന്താ വേണ്ടേ? പ്രൈസ് ഓഫ് എ ടേബിൾ വേണോ അല്ലേ? സോ നമുക്കറിയാം എക്സ് പ്ലസ് വൈ, ഒരു ചെയറിന്റെ ഒരു ടേബിളിന്റെ വില എത്രയായിരുന്നു? 11,000 രൂപ. അതിൽ എക്സിന്റെ വില നമുക്ക് എത്ര കിട്ടി? 1000 എന്ന് കിട്ടിയല്ലേ? അപ്പൊ വൈയുടെ വാല്യൂ എന്താ? 11,000 നിന്ന് എത്ര കുറയ്ക്കണം? എക്സ് കുറയ്ക്കണം. ഓക്കെ, എക്സ് കുറയ്ക്കണം. 11,000 നിന്ന് എക്സ് എത്രയാ? 1,000. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10,000. ഓക്കെ, കിട്ടിയില്ലേ? അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഓഫ് എ ചെയർ. വൈ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഓഫ് എ ടേബിൾ. അതല്ലേ ക്വസ്റ്റിൽ ചോദിച്ചേക്കുന്നത്? പ്രൈസ് ഓഫ് എ ചെയറും കിട്ടി, പ്രൈസ് ഓഫ് എ ടേബിളും കിട്ടി. ക്ലിയർ ആയോ? ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ് ആണ് കേട്ടോ. ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് സംഖ്യകളുണ്ട്.
അതിലൊരു ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അതിൽ വലുതെന്ന് പറയുന്നത് ചെറുതിന്റെ 5 മടങ്ങാണ്. മാത്രവുമല്ല വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 32 കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓഫ് the two numbers, the larger one is 5 times the smaller one, and subtracting the smaller from the larger gives 32. What are the numbers? ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 2 സംഖ്യകളുണ്ട് അല്ലേ? വലുത് ചെറുതിന്റെ 5 മടങ്ങാണ് എന്ന് നമുക്കൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യം ചെയ്തില്ലായിരുന്നോ? വൈറ്റ് ബീഡ്സിന്റെയും ബ്ലാക്ക് ബീഡ്സിന്റെയും. അതുപോലെ ഏകദേശം അതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ലാർജർ നമ്പറും ഉണ്ട്, ഒരു സ്മോളർ നമ്പറും ഉണ്ട്. ഓക്കെ, ഒരു ലാർജർ നമ്പറും ഉണ്ട്, ഒരു സ്മോളർ നമ്പറും ഉണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അവരെ എന്താ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിലെ ലാർജർ നമ്പർ എന്ന് പറയുന്നത് സ്മോളറിനെക്കാളും എത്ര മടങ്ങാണ്? 5 മടങ്ങാണ്. അപ്പൊ സ്മോളർ ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാർജർ കിട്ടും. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്മോളർ 1 ആണെന്ന് വിചാരിക്കുക, 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലാർജർ എത്രയായിരിക്കും? ഇപ്പൊ സ്മോളർ 1 ആണെങ്കിൽ ലാർജർ എത്രയായിരിക്കും? ലാർജർ എന്ന് പറയുന്നത് എത്രയായിരിക്കും കിട്ടുക? 5 ആയിരിക്കും കിട്ടുക. സ്മോൾ 1 ആവുമ്പോൾ ലാർജർ എത്രയാ? 5 ആയിരിക്കും കിട്ടുക. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമുക്കിനി ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, നോക്കാം. ഓക്കെ, അപ്പൊ ലാർജർ എന്ന് പറയുന്നത് 5 ടൈംസ് ഓഫ് സ്മോളർ ആണ്. ഓക്കെ, അതുകൊണ്ട് ലാർജർ കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ സ്മോളർ കിട്ടിയാൽ മതി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്മോളർ കിട്ടിയാൽ ലാർജർ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്മോളറിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? സ്മോളറിനെ വേണം നമ്മൾ ഒരു വേരിയബിൾ ആയിട്ട് എടുക്കാൻ. എക്സ് ആയിട്ടോ വൈ ആയിട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ടീച്ചർ ഇവിടെ എക്സ് ആയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ സംഖ്യ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. സ്മോളർ നമ്പർ ബി, ലെറ്റ് സ്മോളർ നമ്പർ ബി എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ then larger നമ്പർ എന്തായിരിക്കും? 5x ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ചെറിയ സംഖ്യ എക്സ് ആണെങ്കിൽ വലിയ സംഖ്യ 5x ആണ്. ഇനി കഴിഞ്ഞോ? ഇല്ല. നമുക്കിത് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷൻ നോക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 32. വലുതേതാ? 5x. ചെറുതേതാ? x. ഓക്കെ, അപ്പൊ വലുതേതാ? 5x. എന്താണ്? L മൈനസ് എസ്. എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്? L മൈനസ് എസ് എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്? 32 എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? 32 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ L എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? സ്മോളർ നമ്പർ, ലാർജർ നമ്പർ എത്രയാ? 5x. ഓക്കെ, സ്മോളർ നമ്പർ എത്രയാ? x. കുറച്ചേ, ഇപ്പൊ എത്ര കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത്? 32. 5x x കുറച്ചേ എത്ര കിട്ടും? 5x x കുറച്ചാല് 4x, 4x ആണ് കിട്ടുക. 4x is equal to 32. 4 into x 32 ആണെങ്കിൽ x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 32നെ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 32 divided by 4 എത്ര കിട്ടും? 8. കിട്ടിയില്ലേ? അപ്പൊ 8 എന്ന് പറയുന്നത് എന്താ? സ്മോളർ നമ്പർ ആണല്ലേ? അപ്പൊ സ്മോളർ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്മോളർ നമ്പർ എത്രയാണ്? 8 ആണ്. ലാർജർ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 5x അല്ലേ? 5x അല്ലേ? അപ്പൊ 5 into 8 എത്ര വരും? 40. എത്രയാ? 40. ക്ലിയർ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ എത്ര കിട്ടി? 1/2 അര കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3യും 1/3. ഏതാണ് ഭിന്നസംഖ്യ? എന്നാൽ ഏതാണ് ഭിന്നസംഖ്യ? ഇതാണ് ക്വസ്റ്റ്യൻ. When we add 1 means നമ്മുടെ നമ്പർ 1 എവിടെ ആഡ് ചെയ്തത്? ടു ദ ന്യൂമറേറ്റർ. എന്തിന്റെ? ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തു സിംപ്ലിഫൈ ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1/2 കിട്ടി. അതുപോലെ തന്നെ when we add 1 to the denominator, instead
and simplify it, we get 1/3. Then what is this fraction? അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്ത ഫ്രാക്ഷൻ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. നോക്കിക്കേ എന്താ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭിന്നസംഖ്യ, നമുക്കൊരു ഭിന്നസംഖ്യയുണ്ട്. നമുക്കറിയാലോ ഈ ഭിന്നസംഖ്യയിൽ എന്ത് കാണും? അംശവും കാണും ഛേദവും കാണും അല്ലേ? അംശവും കാണും അതുപോലെ തന്നെ ഛേദവും കാണും. ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. ഓക്കെ, ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ടീഷൻ 1. ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ചോദ്യം മനസ്സിലാക്കി വേണം പഠിക്കാൻ, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ന്യൂമറേറ്ററിന്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? 1 ആഡ് ചെയ്തു. ഓക്കെ, n/d എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാക്ഷൻ. അപ്പോൾ ഈ ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1/2 കിട്ടി. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് ചോദ്യത്തില്? രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂമറേറ്റർ അവിടെ നിൽക്കട്ടെ. ഡിനോമിനേറ്ററിന്റെ കൂടെ എന്ത് ചെയ്തു? ഛേദത്തിനോട് എന്ത് കൂട്ടി? 1 കൂട്ടി. ലഘൂകരിച്ചപ്പോൾ നമുക്ക് എത്രയാ കിട്ടിയത് കുട്ടികളെ? 1/3 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ n/d നമ്മുടെ ഈ ഭിന്നസംഖ്യ എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് എന്നും ഡിയും വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ടീച്ചർ ഇട്ടേക്കുന്നത് കേട്ടോ. നമുക്ക് എക്സും വൈയും വെച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ? നോക്കിക്കേ, അപ്പൊ നമ്മുടെ ഭിന്നസംഖ്യ, ലെറ്റ് our fraction be x/y. അപ്പൊ ഞാൻ എടുത്തേക്കുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/y ആണ്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? given that എന്താ പറഞ്ഞിരിക്കുന്നത്? x plus 1, ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1/2 കിട്ടി. ഓക്കെ, 1/2 കിട്ടി. ക്ലിയർ? ഇനി നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. x plus 1/y equal to 1/2 എന്ന് പറയുമ്പോൾ ഈ 2വിനെ ഇങ്ങോട്ടേക്കും ഈ yനെ നമുക്ക് ഇങ്ങോട്ടേക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? 2 into x plus 1 equal to y into 1 എത്രയാ? y ആണ്. ഓക്കെ, ഇത് നമ്മുടെ ഇക്വേഷൻ എ എന്നിരിക്കട്ടെ. ക്ലിയർ? രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞേ. വെരി ഗുഡ്. എക്സ് ബൈ ഡിനോമിനേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 1/3. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കുഞ്ഞുങ്ങളെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3x ഈക്വൽ ടു 1 ഇൻറ്റു y പ്ലസ് 1 എത്ര വരും? y പ്ലസ് 1. ഓക്കെ, y പ്ലസ് 1. ഓക്കെ, ഇനി ഫ്രം ഇക്വേഷൻ എ, നമ്മുടെ ഇക്വേഷൻ ബി. നോക്കിക്കേ, ഫ്രം ഇക്വേഷൻ എ നമുക്ക് എന്ത് കിട്ടി? y ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 1 അല്ലേ? ഇത് നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇക്വേഷൻ ബിയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x ഈക്വൽ ടു yക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 2 ഇൻറ്റു എക്സ് പ്ലസ് 1. 2 ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് 1. ഓക്കെ, ഈ 2 ഒന്ന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അന്നേരം എന്ത് കിട്ടും? 3x ഈക്വൽ ടു 2 ഇൻറ്റു ഈ 2 ഇൻറ്റു എക്സ് എന്താ? 2x പ്ലസ് ഈ 2 ഇൻറ്റു 1 എന്താ? 2 പ്ലസ് 1. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ 3x ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് എഴുതാം. 3x is equal to 2x. 2 plus 1 എന്താ? 2 plus 1 3 ആണ്. ഓക്കെ, ഇനി 3x ഉണ്ട്, ഇവിടെ 2x ഉണ്ട്. ഈ 2xനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, LHSലോട്ട് കൊണ്ടുവന്നേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് കേട്ടോ LHS എന്ന് പറയുന്നത്. കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x മൈനസ് 2x ഈക്വൽ ടു 3. 3x ഇത് 2x കുറച്ചേ, അന്നേരം നമുക്ക് എന്താ കിട്ടുക? x ഈക്വൽ ടു 3 അല്ലേ? x ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. x 3 ആണെങ്കിൽ y എന്താണ് കുഞ്ഞുങ്ങളെ? y ഈക്വൽ ടു എന്താ? 2 ഇൻറ്റു എക്സ് പ്ലസ് 1 അല്ലേ? അങ്ങനെയല്ലേ കുട്ടികളെ? 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിന്റെ വാല്യൂ എന്താ? 3 പ്ലസ് 1. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 പ്ലസ് 1 എന്താ? 4. എന്താ? 2 ഇൻറ്റു 4 എന്താ? 8. ഓക്കെ, ക്ലിയർ അല്ലേ? 8. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിക്വയർഡ് ഫ്രാക്ഷൻ നമുക്ക് എന്താ വേണ്ടേ? നമ്മുടെ റിക്വയർഡ് ഫ്രാക്ഷൻ ഏതാണ്? റിക്വയർഡ് ഫ്രാക്ഷൻ
റിക്വേർഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? എക്സ് ബൈ വൈ അല്ലേ? അപ്പൊ എക്സ് എത്ര കിട്ടി? 3. വൈ എത്ര കിട്ടി? 8. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തേക്കുന്നത്. ഇനി ഇതിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഏതൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് രണ്ട് ബീഡ്സിന്റെ ക്വസ്റ്റ്യൻസ് പഠിച്ചു. അതിൽ നിന്ന് നമ്പർ ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബീഡ്സ് കണ്ടുപിടിച്ചു. അടുത്തതിൽ നമ്മൾ എന്താ മേശയും കസേരയുടെയും പ്രോബ്ലംസ് ചെയ്തു. അതിന്റെ ചെയറിന്റെയും അതുപോലെ തന്നെ ടേബിളിന്റെയും പ്രൈസ് കണ്ടുപിടിച്ചു. അടുത്തെന്താ ചെയ്തേ? രണ്ട് സംഖ്യകൾ, വലിയ സംഖ്യ ചെറിയ സംഖ്യ, അതിന്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതിൽ ആ രണ്ട് സംഖ്യകളും കണ്ടെത്തി. അത് കഴിഞ്ഞിട്ട് ഭിന്നസംഖ്യയുടെ പ്രോബ്ലം ആണ് ചെയ്തത്. അവിടെ നമ്മൾ ഭിന്നസംഖ്യയുടെ വാല്യൂ കണ്ടെത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ കമന്റ് ബോക്സിലൂടെ ടീച്ചറിനെ അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം. മറ്റൊരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. എക്സസൈസ് ഉണ്ട്. എക്സസൈസ് ക്ലാസ്സുമായിട്ട് ടീച്ചർ നാളെ വരാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശുഭദിനം. ബൈ.